അങ്ങനെ നമ്മളൊക്കെ കാത്തിരുന്ന CPM-ൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നു. ഔപചാരികമായ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ സ്ഥാനാർത്ഥികളുടെയൊക്കെ പേരും അച്ഛൻ്റെ പേരും മേൽവിലാസവും അവർ ഏതേത് പദവികളാണ് വഹിക്കുന്നത് എന്നൊക്കെ പത്രങ്ങളിൽ വന്നു കഴിഞ്ഞു. അതിവിടെ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സ്ഥാനാർത്ഥി പട്ടിക വളരെ താരനിബിഡമാണ്. ജില്ലാ സെക്രട്ടറിമാർ തന്നെ 3 പേരുണ്ട്, MLA-മാരുണ്ട്, മന്ത്രിയുണ്ട്, സിനിമാ നടനുണ്ട്. സാമുദായിക പ്രാതിനിധ്യവും ഏറെക്കുറെ പാലിച്ചിട്ടുണ്ട്. നായന്മാരുണ്ട്, ഈഴവരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, അതിൽ തന്നെ ലത്തീനും സുറിയാനിയും വെവ്വേറെയുണ്ട്, മുസ്ലിമീങ്ങളുമുണ്ട്. ആർക്കും ഒരു പരാതിക്കും ഇട കൊടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ സന്തുലിതവും സമഗ്രവുമായ ഒരു സ്ഥാനാർത്ഥി പട്ടിക സമ്മതിദായകരുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്ന ചാരിതാർത്ഥ്യം നമ്മുടെ കാരണഭൂതനും അതുപോലെ സൈദ്ധാന്തികനായ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷിനും അവകാശപ്പെടാം. പിന്നെ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഈ നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാരാണ്. അവർ വോട്ട് ചെയ്താൽ ഈ പറഞ്ഞ ആളുകൾ ജയിക്കും. ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് പാർലമെൻറ്റ് അംഗങ്ങളായിട്ട് വിരാജിക്കാം. ഞാനിവിടെ പാർലമെൻറ്റിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടിയ ആളുകളെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. സീറ്റ് കിട്ടിയവരൊക്കെ യോഗ്യന്മാരാണ്. ആറ്റിങ്ങലിൽ വി ജോയി, കൊല്ലത്ത് മുകേഷ്, അതുപോലെ ആലപ്പുഴയിൽ ആരിഫ്, എറണാകുളത്ത് ഷൈൻ, ചാലക്കുടിയിൽ രവീന്ദ്രൻ മാഷ്, ഇടുക്കിയിൽ ജോയ്സ് ജോർജ്, ആലത്തൂരിൽ മന്ത്രി രാധാകൃഷ്ണൻ, പാലക്കാട്ട് സഖാവ് വിജയരാഘവൻ, അങ്ങനെ കോഴിക്കോട്ട് എളമരം കരീം, കാസർഗോട്ട് ബാലകൃഷ്ണൻ, വടകരയിൽ ശൈലജ ടീച്ചർ, കണ്ണൂർ നമ്മുടെ പ്രിയങ്കരനായ MV ജയരാജൻ. ഇവരൊക്കെ ഉണ്ട്. ഇവരാരും മോശക്കാരൊന്നുമല്ല. ജയരാജൻ ജയിച്ച് അവിടെ ചെന്നിട്ട് വേണം സ്പീക്കറെയും പ്രധാനമന്ത്രിയൊക്കെ ശുംഭൻ എന്ന് വിളിക്കാനായിട്ട്. ശൈലജ ടീച്ചർ ജയിച്ച് കേന്ദ്രത്തിൽ ചെല്ലുകയും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടുകയും ചെയ്യണമെങ്കിൽ അവർ കേന്ദ്രത്തിൽ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പുകളുടെ ചുമതലക്കാരിയായിട്ട് അധികാരമേൽക്കും. നമുക്കൊരു സംശയമില്ല. മത്സരിക്കുന്നതിൽ ഏക പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് വിജയരാഘവനാണ്. CPM-ന് അഥവാ ഇടതുമുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ഇദ്ദേഹമായിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി. അത്രയും പ്രധാനപ്പെട്ട തസ്തികയിൽ നിന്നൊക്കെയാണ് അദ്ദേഹം മത്സരിക്കുന്നത് പാലക്കാട്ട്. അപ്പോൾ അങ്ങനെ വളരെ താരനിബിഡവും ജില്ലി ജങ്കാര നാദമണ്ഡിതവുമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക ഇവിടെ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ഞാൻ പറയാൻ പോകുന്നത് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാവും എന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കും. എന്നാൽ സ്ഥാനാർത്ഥികളാകാതെ പോവുകയും ചെയ്ത ആൾക്കാരെക്കുറിച്ചാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ സ്വരാജിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അല്ല, സ്വരാജിന് ഇനിയും ഇവിടെ സത്യാനന്തരമൊക്കെ തുറന്നു കാട്ടിക്കൊണ്ട് വളരെ കാലം കഴിച്ചു കൂട്ടാനുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പാർലമെൻറ്റിലേക്ക് നിർത്തി ബുദ്ധിമുട്ടിക്കാൻ കാരണഭൂതൻ താല്പര്യപ്പെട്ടില്ല. കടകംപള്ളി സുരേന്ദ്രനെ ഞാൻ ഉദ്ദേശിച്ചില്ല. സുരേന്ദ്രൻ്റെ സഖാവിന് പാർലമെൻറ്റിലേക്ക് പോകാനോട് താല്പര്യമില്ല. ഒന്നാമത് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദിയും അറിയില്ല. പിന്നെ പാർലമെൻറ്റിൽ പോയിട്ട് കമലതളം പിടിച്ച് കഥകളി അഭിനയിക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് പുള്ളിക്ക് തിരുവനന്തപുരം കഴക്കൂട്ടൻ രാഷ്ട്രീയമാണ് താല്പര്യം എന്നുള്ളതുകൊണ്ട് സഖാവ് പാർലമെൻറ്റിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ജോയിക്ക് നറുക്ക് വീണത്. മത്സരിക്കാൻ ഒരു താല്പര്യമില്ലാത്ത ആളായിരുന്നു രവീന്ദ്രൻ മാഷ്. അദ്ദേഹത്തെ തല്ലി കൂട്ടി ഉന്തിത്തള്ളി ഗോതയിൽ ഇറക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് മറ്റ് പല സ്ഥാനാർത്ഥികളുടെയും കാര്യം. ഞാനിപ്പോൾ അവരെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഞാൻ പറയാൻ വരുന്നത് സീറ്റ് കിട്ടാതെ പോയ 2 പ്രതിഭകളെക്കുറിച്ചാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടിയിരുന്ന, പാർലമെൻറ്റിന് ഒരു അലങ്കാരമായി തീരേണ്ടിയിരുന്ന 2 പേർ. ഒരാൾ നമ്മുടെ സഖാവ് ചിന്താ ജെറോമാണ്. കൊല്ലത്ത് ശക്തനായ അല്ലെങ്കിൽ ശക്തിയായ ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിച്ചാൽ മാത്രമേ NK പ്രേമേന്ദ്രനെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ എന്ന കാര്യം പ്രസിദ്ധമാണ്. പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്ന സഖാവ് MA ബേബിയെ തോൽപ്പിച്ചിട്ടാണ് 2019 പ്രേമേന്ദ്രൻ 2014 പ്രേമേന്ദ്രൻ ജയിച്ച് ലോക്സഭയിലേക്ക് പോയത്. 2019 സാമുദായികമായ ചില പരിഗണനകളോട് വെച്ച് KN ബാലഗോപാലിനെ CPM സ്ഥാനാർത്ഥിയായി. അപ്പോൾ ഏതാണ്ട് 1,48,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ പ്രേമേന്ദ്രൻ വീണ്ടും വിജയിച്ചു. അപ്പോൾ ഇത്തവണ പ്രേമേന്ദ്രൻ കൂടുതൽ ശക്തനായിട്ട് കൊല്ലത്ത് മത്സരിക്കുകയാണ്. 10 കൊല്ലത്തെ വികസന നേട്ടങ്ങളുണ്ട്. പിന്നെ ഇന്ത്യൻ പാർലമെൻറ്റിൽ എണ്ണപ്പെട്ട ഒരു അംഗമായിരുന്നു. അദ്ദേഹത്തിന് സൻസദ് മഹാരത്ന എന്ന പുരസ്കാരം വരെ ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രേമേന്ദ്രനെ എതിർക്കാനായിട്ട് അതിശക്തനായ അല്ലെങ്കിൽ അതിശക്തിയായ ഒരു സ്ഥാനാർത്ഥി വേണമായിരുന്നു. CPM-കാർ പല രീതിയിൽ പരിശ്രമിച്ചിട്ട് ആകെ കിട്ടിയത് മുകേഷിനെയാണ്. മുകേഷ് മുമ്പ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്നസെൻ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നസെൻ്റ് ഇല്ല. മാമുക്കോയാണെങ്കിൽ മരിച്ചുപോയി. അപ്പോൾ ആ ഒരു പോരായ്മ നികത്താനായിട്ട് മുകേഷിനെ നിർത്തിക്കളയാം എന്ന് വിചാരിച്ചു. മുകേഷിനെ നിർത്തി. സത്യത്തിൽ കൊല്ലത്ത് കൂടുതൽ പുള്ളിംഗ് പവറുള്ളൊരു സ്ഥാനാർത്ഥിയാണ് വേണ്ടിയിരുന്നത്.
എൻ്റെ അഭിപ്രായത്തിൽ അതിന് ചിന്താ ജെറോമിനോളം പറ്റിയ വേറൊരാൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ സഖാവിനെ പാർട്ടി എന്തുകൊണ്ടോ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല. അവരാണെങ്കിൽ ഇപ്പോൾ യുവജന ക്ഷേമ കമ്മീഷൻ്റെ ഉത്തരവാദിത്വം ഒഴിഞ്ഞ് പ്രത്യേകിച്ച് ചുമതലകളൊന്നും ഇല്ലാതെ സന്തോഷവതിയായി ഉല്ലാസവതിയായി കഴിയുകയാണ്. ആളാണെങ്കിൽ ഇംഗ്ലീഷ് MA മാത്രമല്ല, ഇംഗ്ലീഷിൽ ഡോക്ടറേറ്റ് കൂടിയുള്ള ആളാണ്. പൊളിറ്റിക്സ് ഈസ് ദി ഇമ്പോസിബിലിറ്റി ഓഫ് ദി പോസിബിലിറ്റി ഓഫ് ദി ഇമ്പോസിബിലിറ്റി എന്ന രീതിയിൽ വലിയ ഭയങ്കരമായ ഒരു രാഷ്ട്രമീമാംസാ തത്വം അവതരിപ്പിച്ച ആൾ കൂടിയാണ്. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിന് തന്നെ പുതിയൊരു പരിപ്രേക്ഷ്യം നൽകുന്നതിന് ഈ സഹോദരി പോയിരുന്നെങ്കിൽ കൂടുതൽ നന്നാകുമായിരുന്നു. പാർലമെൻറ്റിൻ്റെ ചൈതന്യം എന്നും ഇന്ത്യൻ പാർലമെൻറ്റിലെ മണികിലുക്കം എന്നൊക്കെ അറിയപ്പെട്ടത് ആ ഒരു വലിയ സാധ്യത CPM നഷ്ടപ്പെടുത്തി. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ CPMൻ്റെ ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടേറിയറ്റ് ഏകകണ്ഠമായി മുകേഷിൻ്റെ പേരാണ് നിർദ്ദേശിച്ചത്. സത്യത്തിൽ ജില്ലാ കമ്മിറ്റിക്കും ജില്ലാ സെക്രട്ടേറിയറ്റിനും പറ്റിയ വലിയൊരു അബദ്ധം എന്ന് പറയുന്നത് ചിന്താ ജെറോമിനെ പരിഗണിച്ചില്ല എന്നുള്ളതാണ്. ചിന്തേച്ചിയായിരുന്നെങ്കിൽ പൊളിച്ചേന് എന്നാണ് ചെറുപ്പക്കാർ പറയുന്നത്. ഏതായാലും ചിന്തയുടെ ഒരു നഷ്ടം, ചിന്തയുടെ ചിന്തയില്ലാത്ത ചിന്താവിയോഗം അല്ലെങ്കിൽ ചിന്താ ദാരിദ്ര്യം ഇന്ത്യൻ പാർലമെൻറ്റിനെ ബാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുപോലെ തന്നെ പരിഗണിക്കപ്പെടേണ്ടിരുന്ന ഒരാളാണ് പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ സഖാവ് PM ആർഷു. കാരണം ഈ ഫാസിസത്തിനെതിരായി ചെറുത്തുനിൽപ്പ് വേണ്ട ഈ കാലത്ത്, ഇനി അഥവാ കഷ്ടകാലത്തിന് BJPക്കാണ് പാർലമെൻറ്റിൽ ഭൂരിപക്ഷം കിട്ടുന്നതെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് ആരിഫ് ഖാനെ തെമ്മാടി ഇറങ്ങി വാടാ ഊച്ചാളി എന്ന് വിളിച്ച പോലെ നരേന്ദ്രമോദിയെക്കുറിച്ചൊരു മുദ്രാവാക്യം വിളിക്കാനായിട്ട് ആർഷോ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഏതൊരു ഇടതുപക്ഷക്കാരൻ, ഏതൊരു നവോത്ഥാനവാദി, ഏതൊരു പുരോഗമന ചിന്താധികാരനോ ആഗ്രഹിച്ചു. ഇപ്പോൾ മുകേഷോ അല്ലെങ്കിൽ V ജോയിയോ അല്ലെങ്കിൽ ഷൈനോ അതുമല്ലെങ്കിൽ സഖാവ് കരീമോ ഒന്നും മോശക്കാരല്ല. ഇവരാരും മോശക്കാരാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. MV ജയരാജൻ പോലും മോശക്കാരനല്ല. പക്ഷേ ഇവരാരും നരേന്ദ്രമോദി നേരെ കൈ ചൂണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കാൻ മാത്രം ശക്തിയോ ശേഷിയോ ശേമുഷിയോ ഉള്ളവരല്ല. അവിടെയാണ് നമ്മൾ ആർഷോയെ മിസ് ചെയ്യുക. അപ്പോൾ ആർഷോയുടെ അഭാവവും ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു വലിയ പോരായ്മയിൽ തീരും എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. ഏതായാലും ഈ രണ്ട് സഖാക്കളും കുറച്ച് കാലോട് കാത്തിരുന്നാൽ ഇപ്പോൾ 2024 അല്ലെങ്കിൽ 2029 അവർക്ക് മത്സരിക്കാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്നാലും മാർക്സിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയപ്പോൾ ഈ രണ്ട് യുവ പ്രതിഭകളെ അവഗണിച്ചത് അല്ലെങ്കിൽ ഒഴിവാക്കിയത് അല്ലെങ്കിൽ അവരെ പരിഗണിക്കാതിരുന്നത് ശരിയായില്ല എന്ന ഒരു വലിയ അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. പണ്ട് കീറ്റ്സോ ഷെല്ലിയോ ആരാണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, കേട്ട ഗാനം മധുരം, കേൾക്കാത്ത ഗാനം മധുരതരം എന്ന് പറഞ്ഞ പോലെ വന്ന സ്ഥാനാർത്ഥികൾ ഗംഭീരം, വരാത്ത സ്ഥാനാർത്ഥികൾ അതിഗംഭീരം എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ CPMൻ്റെ പട്ടികയെക്കുറിച്ച് നമുക്ക് അല്പം കുണ്ഠിതത്തോടുകൂടി പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.